ഫാദർ തോമസ് നെട്ടൂരൻ. ഇടവകയിലെ ജനപ്രിയനായ വൈദികൻ. എന്തിനായിരുന്നു ഫാദർ നിങ്ങൾ 5 നിരപരാധികളായ സ്ത്രീകളെ അതിക്രൂരമായി കൊല ചെയ്ത്? അവരെല്ലാവരും മരിക്കേണ്ടവരായിരുന്നു വിമൽ. കർത്താവിൻ്റെ തീരുമാനമായിരുന്നു അത്. ആ തീരുമാനം നടപ്പിലാക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് തന്നെയായിരുന്നു. ഈ നിരപരാധികളെ കൊല്ലാൻ കർത്താവ് എവിടെയാണ് ഫാദർ പറഞ്ഞിട്ടുള്ളത്? അവരെല്ലാം സാത്താൻ്റെ സന്തതികളായിരുന്നു വിമൽ. അവർ ചെയ്ത പാപത്തിൻ്റെ ഫലം മരണത്തിലൂടെ അവർ അനുഭവിക്കണമായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല ഫാദർ. കാരണം തെളിവൊക്കെ നിങ്ങൾക്കെതിരാണ്. എൻ്റെ ആത്മാവിനെ വലിച്ചുകൊണ്ട് പോകാൻ ഭാരം കൂടി കയറും ഈ പ്രപഞ്ചത്തിലില്ല ഓഫീസർ. വിമൽ, നിനക്കറിയോ വഞ്ചന എത്ര വലിയ പൊറുക്കപ്പെടാത്ത പാപമാണെന്ന്? കൂടെ നിന്ന യൂദാസ് ജീസസിനെ വഞ്ചിച്ച പോലെ അവരെല്ലാവരും അവരുടെ കുടുംബത്തെ വഞ്ചിച്ചിരുന്നു. എന്താണ് മെറിൻ, സുഖമല്ലേ? ആദ്യമായിട്ടാണ് എനിക്കൊരു വീഴ്ച പറ്റുന്നത്. അത് സാരമില്ല, ആ പാവം ഞാൻ കഴിക്കളഞ്ഞു. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾക്ക് തെറ്റുപറ്റുമോ ഫാദർ? അതുകൊണ്ടാണോ ഈ നിരപരാധിയായ സ്ത്രീയെ കർത്താവ് നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇവിടെ എത്തിച്ചത്? നിരപരാധിയാണോ? എന്താണ് മെറിൻ, നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ നല്ലവനായ ഭർത്താവിനെയല്ലേ വഞ്ചിച്ചത്? നീ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവനെ ഉപയോഗിക്കുകയല്ലായിരുന്നു. അവസാനം നിന്റെ വേർപാടിൽ മനം നൊന്ത ആ സാധു ജീവനൊടുക്കിയില്ലേ? അതിനൊന്നും മാപ്പില്ല മെറിൻ. നീ സാത്താന്റെ സന്തതി തന്നെ. നിന്റെ ജീവനും എന്റെ കൈ കൊണ്ട് അവസാനിക്കേണ്ട. ഇവൻ ഈ ദുഷ്ടം മരിക്കേണ്ടവനാണ്. ഇനി ഇവൻ ജീവിച്ചിരുന്ന എന്നെ തേടി വരും. എനിക്ക് ഇനി പേടിച്ചു കഴിയാൻ വയ്യ. അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അത് നിയമം കൊടുത്തോളൂ. നീ ഇനി അത് ബലിയാടാവണ്ട.